ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എൻ സി ആർ ടി ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എസ് സി ആർ ടി ക്ലാസ്സുകളും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ സി ആർ ടി തന്നെയാണ്. +1 ഓക്കെ +1 അല്ല +2 ആണ്. +2 കേരള ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഒരു ചാപ്റ്റർ, അതായത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട കലാപങ്ങൾ, നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അത് എന്തായാലും കാണണം കേട്ടോ. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്, കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണത്. അതുപോലെ തന്നെ എൻ സി ആർ ടി ജോഗ്രഫി +1 ജോഗ്രഫിയും അതുപോലെ തന്നെ +2 നമ്മൾ ചോദിച്ചിട്ടുള്ള 10th പ്രിലിംസിന് ചോദിച്ച എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ജോഗ്രഫി. ബാക്കി ചാപ്റ്റേഴ്സ് ഞാൻ ഉടനെ എടുത്ത് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ സയൻസും ബാക്കി വരുന്ന ഓരോ ചാപ്റ്റേഴ്സും നമുക്ക് ഓരോ ദിവസമായിട്ട് ക്ലാസ്സുകൾ എടുക്കാം. പ്രധാനമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ആദ്യം നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിനുശേഷമാണ് ബാക്കി ചാപ്റ്റേഴ്സ് നോക്കുന്നുള്ളൂ. നമുക്ക് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ് ആദ്യം നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ടെലഗ്രാം നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ നോട്ടായിട്ട് തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തതെന്ന് കാണാനായിട്ട് സാധിക്കും. എസ് സി ആർ ടി ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ ഓരോ ക്ലാസ് വൈസ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ എടുക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ അല്ല ഞാൻ എടുക്കുന്നത്. ഇന്ന് കേരള ഹിസ്റ്ററിയാണ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ 14ാമത്തെ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഏതൊരു സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കേരള ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ടോപ്പിക് എന്തായിരിക്കും? യൂറോപ്യരുടെ ആഗമനമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റായിട്ട് നമുക്ക് യൂറോപ്യരുടെ ആഗമനത്തെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ 18ാം നൂറ്റാണ്ടിലെ കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഞാൻ പിന്നീട് എടുത്ത് തരാം. പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പുകൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്താണ്? യൂറോപ്യരുടെ ആഗമനമാണ്. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് കെ.എം. പണിക്കർ വിളിച്ച ഇത് ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ വാസ്കോഡ ഗാമ അല്ലേ, ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ.എം. പണിക്കരാണ് അല്ലേ. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാടാണ് വാസ്കോഡ ഗാമ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനെയാണ് വാസ്കോഡ ഗാമ യുഗം എന്ന് ആര് വിളിച്ചത്? സർദാർ കെ.എം. പണിക്കർ വിളിച്ചത്. ഇനി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്നും ശ്രദ്ധിക്കൂ കേട്ടോ. ഈ ഒരു പോയിന്റ്സ് ഒക്കെ എവിടെയെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെന്ന് നോക്കും. പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടേഴ്സ് വ്യവസ്ഥ നടപ്പാക്കിയതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. ഈ 2 പോയിന്റും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ യൂറോപ്യന്മാരുമായിട്ട് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട 2 സ്റ്റേറ്റ്മെൻറ്റ് ഇതിലൊന്നെന്ന് പറയുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വന്ന കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണെന്നായിരുന്നു. രണ്ടാമത് എന്തായിരുന്നു? കാർട്ടേഴ്സ് സമ്പ്രദായത്തെ കുറിച്ചിട്ടാണ്. അതിൽ പക്ഷേ വേറെ ഏതോ ബ്രിട്ടീഷുകാരോ ഫ്രഞ്ചുകാരോ അങ്ങനെ എന്തോ ആണ് തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അത് കാരണം തന്നെ അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ കാണാനായിട്ട് ശ്രമിക്കാം. നമ്മൾ NCERT ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലേ. എന്നാലും NCERTയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ 10th പ്രിലിംസിന് എക്സാം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് NCERTയിൽ നിന്ന് ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്ന്. പക്ഷേ NCERTയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം എന്താണ്? കാരണം നമ്മൾ SCERTയിലും നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്? കൂടുതലും SCERTയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ NCERT അങ്ങനെ NCERTയുടെ ഭാഗത്തേക്ക് പോയിട്ടില്ല അല്ലേ. നമുക്ക് ഡിഗ്രി പ്രിലിംസിനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്താണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ക്ലിയർ ആണല്ലോ. ഇനി
പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. അവർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർ വരുന്നതിന് മുമ്പ് തന്നെ അല്ലേ, ഡച്ചുകാർ ശക്തിയായിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ഇവർ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഭരിച്ചിരുന്നതെന്നോ ആലോചിച്ച് നോക്കിയൊക്കെ. കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം ആണല്ലേ. എവിടെയൊക്കെയാണ്? കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം. ഇനി 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ 1604 ഡച്ചുകാർ വരുന്നത്. എന്നിട്ട് എവിടേക്കാണ് വരുന്നത്? കോഴിക്കോട് അല്ലേ. കോഴിക്കോടാണ് എത്തിച്ചേരുന്നത്. കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുന്നുണ്ട്. അവർ മധ്യ കേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരായും കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. എവിടേക്കാണ്? പുറക്കാട്, കായംകുളം അല്ലേ. പുറക്കാട്, കായംകുളം എന്നിവരുമായിട്ടാണ് കരാറിൽ ഏർപ്പെടുന്നത്. പിന്നീട് കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവർ വ്യാപാര കുത്തക സ്ഥാപിച്ചു. അപ്പോൾ കൊല്ലത്ത് വ്യാപാര കുത്തക സ്ഥാപിച്ചത് ആരാണ്? ഡച്ചുകാരാണ്. കന്യാകുമാരിയിലെ കുളച്ചെല്ലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇവിടെ കോട്ട കെട്ടി സംരക്ഷിച്ചു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പോൾ നമുക്കറിയാം 1741 കുളച്ചൽ യുദ്ധം വരുന്നത് അല്ലേ. 1741 കുളച്ചൽ യുദ്ധം വരുന്നത്. മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും തമ്മിലായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് എന്താണ്? കുളച്ചലില് ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിനെ തടയുന്നതിനായിട്ട് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുകയാണ്. അങ്ങനെയാണ് 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് വഴിമാറുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിനിടയാക്കി. അപ്പോൾ ഡച്ചുകാർക്ക് പരാജയം ഏൽക്കാണ്. ഓക്കെ, അപ്പോൾ പോർച്ചുഗീസുകാർ പഠിച്ചു, നമ്മൾ ഡച്ചുകാരും പഠിച്ചു. ഇനി ഇവിടെ പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് വ്യവസ്ഥ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കി ഇതേ ക്വസ്റ്റ്യൻ ഇതേ വരികൾ തന്നെയാണ് ആ ക്വസ്റ്റ്യനും ആ ഒരു എക്സാമിലുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർട്ടസ്. എന്താണ്? ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർട്ടസ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് എന്ന് വെച്ചാൽ പാസ്സാണ് അല്ലേ. പാസ് സ്വന്തമാക്കണമായിരുന്നു. കാർട്ടസിൽ കപ്പലിൻ്റെ വലിപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ കാർട്ടസ് എന്ന് വെച്ചാൽ മറ്റ് ഭാഗങ്ങളുമായിട്ട് വ്യാപാരം ചെയ്യുന്നതിനായിട്ട് വേണ്ട ഒരു പാസ്സാണെന്ന് പറയുന്നത് ഈ കാർട്ടസ് എന്ന് പറയുന്നത്. അതിലെല്ലാ വിവരങ്ങളും കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കാർട്ടസ് വാങ്ങാത്തവരെ കണ്ടെത്തിയിട്ട് ജീവനക്കാരെ കൊല്ലും, അല്ലെങ്കിൽ കപ്പലുകളൊക്കെ എന്ത് ചെയ്യും? കപ്പലുകളിൽ അടിമകളാക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അല്ലേ ജീവനക്കാരെ. ഓക്കെ, അപ്പോൾ ഇതാണ് കാർട്ടസിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോർച്ചുഗീസും ഡച്ചും കഴിഞ്ഞു. ഇനി ബ്രിട്ടീഷുകാരിലേക്ക് വരാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതേ പ്രകാരം മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അവർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പാണ്ഡികശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് വിഴിഞ്ഞത്ത് ഒരു പാണ്ഡികശാല സ്ഥാപിക്കുന്നതിനായിട്ട് അനുമതി നേടിയെടുത്തു അല്ലേ. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പാണ്ഡികശാലകൾ സ്ഥാപിച്ചു. നമുക്കറിയാം അല്ലേ, അഞ്ചുതെങ്ങ്, ആറ്റിങ്ങൽ, തലശ്ശേരി എന്നിവയിലൊക്കെ പാണ്ഡികശാലകൾ സ്ഥാപിക്കുകയാണ്. കുരുമുളകിലും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളിലും മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിനും താല്പര്യമുണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു മറ്റൊരു സാമ്രാജ്യത്വ ശക്തി. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ബ്രിട്ടീഷുകാരെ കഴിഞ്ഞു. നെക്സ്റ്റ് ഫ്രഞ്ചുകാർ വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറയുന്നത് ഇവിടെ?
കുരുമുളകിലും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളിലും മാത്രമല്ല തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്ന് അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിനും താല്പര്യമായിരുന്നു ആർക്കുണ്ടായിരുന്നത്, ഫ്രഞ്ചുകാർക്ക് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും എന്താണ് ഈ കുരുമുളക്, ഇഞ്ചി ഇവയൊക്കെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാനായിട്ട് അതാണ് ഒരു മികച്ച വ്യാപാരം നടത്തുന്ന ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വരുന്നത്. പിന്നീട് ആധിപത്യം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. വടകരയിലെ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു. അങ്ങനെ വാണിജ്യാധിപത്യത്തിന് ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായി കേരളം മാറി. എന്നിരുന്നാലും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രുശക്തികളെല്ലാം തുരത്തിയിട്ട് കേരളത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാവരും തോൽപ്പിച്ചിട്ട് പിന്നീട് ആരെ വരുന്നത്, ബ്രിട്ടീഷുകാരാണ് വരുന്നത് അല്ലേ. എന്നാൽ മുകളിൽ പറഞ്ഞ എല്ലാ യൂറോപ്യൻ കമ്പനികളും സാമ്രാജ്യത്വ അധിനിവേശത്തിനെതിരെയുള്ള തദ്ദേശീയരുടെ ചെറുത്തുനിൽപ്പുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാരുടെയും ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മയുടെയും ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള ആറ്റിങ്ങൽ റാണിയുടെയും ചെറുത്തുനിൽപ്പുകൾ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ നമുക്കറിയാം പോർച്ചുഗീസുകാർക്കെതിരെ ആരെ വരുന്നത്, കുഞ്ഞാലി മരക്കാരാണ്. ഡച്ചുകാർക്കെതിരെയാണെങ്കിൽ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ, കുളച്ചിൽ ഇത് നടത്തുന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർക്കെതിരെയായിട്ട് ആറ്റിങ്ങൽ റാണിയാണ് വരുന്നത്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ പഠിക്കാനായിട്ടുണ്ട്, നോക്കാം. ആദ്യം കുഞ്ഞാലി മരക്കാന്മാർ. നമ്മൾ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുമ്പോൾ 1, 2, 3 ഉണ്ടെന്ന് പഠിച്ചിരിക്കുക കേട്ടോ. 1, 2, 3, 4 ഉണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരാണ് ആര്, മരക്കാർമാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല ഒളിപ്പോര് യുദ്ധമുറകൾ സ്വീകരിച്ചു. കുഞ്ഞാലി 1, 2, 3, 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ ആരായിരുന്നു, കുഞ്ഞാലി 4-മനായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600-ൽ ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞാലി 4-മനെ ആയിരുന്നു കുറച്ചുകൂടി ശക്തനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞാലി 4-മനെ പോർച്ചുഗീസുകാർ വധിക്കുകയാണ്. അങ്ങനെ എല്ലാം ആരുടെ കയ്യിലാവാണ്, പോർച്ചുഗീസുകാരുടെ കയ്യിലാവാണ് അല്ലേ. അങ്ങനെ അദ്ദേഹത്തെ വധിക്കുന്നുണ്ട് ഗോവയിൽ വെച്ചിട്ട്. നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപം? എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും 5 തെങ്ങ് കോട്ട പിരിച്ചെടുക്കുകയും ചെയ്തു. എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിച്ചു, 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊന്നു, 5 തെങ്ങ് കോട്ട പിടിച്ചെടുത്തു. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഏതാണ് വൻതോതിലെ അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം പ്രധാനമായിട്ടും കാരണങ്ങൾ പറയുന്നത്, ആറ്റിങ്ങൽ കലാപത്തിൻ്റെ കാരണങ്ങൾ പറയുന്നത്, 1 വൻതോതിൽ അഴിമതിയാണ്, 2 കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടാണ്, 3 ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പിള്ളമാരിലൂടെ എത്തിക്കാനായിട്ട് പാരിതോഷികം കൊടുക്കണമല്ലോ ആറ്റിങ്ങൽ റാണിക്ക്. അപ്പം ഈ ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാനായിട്ട് വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ നേരിട്ട് കൊണ്ടുപോവാണല്ലേ ഇതൊക്കെ. അപ്പോൾ 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെയാണ് ഇത് റാണിക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അവിടെ ഈ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് കാരണമാകുന്നത്. നെക്സ്റ്റ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കി പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും ക്വാർട്ടർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. എന്താ പറയുന്നത്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സിലോണിൽ നിന്ന് പീരങ്കി പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10-ന് കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. അപ്പോൾ എന്നാണ് കുളച്ചൽ യുദ്ധം? 1741 ഓഗസ്റ്റ് 10-നാണ്. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. അപ്പോൾ ക്യാപ്റ്റൻ ഡിലനോയ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറി. അപ്പോൾ ഡിലനോയ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാരെ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഡിലനോയ് ആരായിട്ട് മാറാണ്? മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് വലിയ കപ്പിത്താനായിട്ട് മാറാണ്.
ക്ലിയർ ആണല്ലോ. ഇതാണ് നമുക്ക് എന്താണ് ഈ പോർച്ചുഗീസുകാർ, അതായത് നമ്മുടെ യൂറോപ്യന്മാരുടെ വരവെന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് NCERT വരുന്ന പോയിന്റ്സ്. നമുക്ക് 18-ാം നൂറ്റാണ്ടിലെ കേരളം നോക്കാം. അവിടെ നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ കേരളം. 18-ാം നൂറ്റാണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1729 മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം തിരുവിതാംകൂറിൽ ഒരു പുതിയ യുഗത്തിന് നാന്ദി കുറിച്ചു. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ക്ഷേത്ര കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിട്ടു. അപ്പോൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാർത്താണ്ഡവർമ്മ 1829 വരാണല്ലേ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് കുറേ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇവിടെ കറക്റ്റായിട്ട് കാശൊന്നും ശേഖരിച്ചിട്ടില്ല, തുക ഒന്നും ശേഖരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിടാണ്. ഈ ഭൂസർവേയിലാണ് ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമാക്കിയത്. ഓക്കെ, ബ്രഹ്മസ്വം ദേവസ്വം ഭൂമികൾക്കും ബാധകമാക്കി. ക്ഷേത്ര കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാർ എന്ന പ്രഭുക്കന്മാരെ അദ്ദേഹം അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ഈ നടപടികൾ രാജകുടുംബത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ക്ഷേത്രങ്ങൾക്കും പ്രഭുക്കന്മാർക്കുമുള്ള ഓഹരികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്നടയാളപ്പെടുത്തപ്പെട്ടു. ഭൂമിയെ ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക എന്നിങ്ങനെ തരംതിരിച്ചു. മാർത്താണ്ഡവർമ്മയാണ് ഭൂമിയെ ബ്രഹ്മസ്വം, ദേവസ്വം, പിന്നെ പണ്ടാരവക എന്നിങ്ങനെ തരംതിരിക്കുന്നത്. കുരുമുളക്, ഉപ്പ്, പുകയില എന്നിവയുടെ വ്യാപാരത്തിന്മേലുണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂറിലെ സമ്പദ്വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്ന കൊച്ചിയിലും മാറ്റങ്ങൾ സംഭവിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ഈ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. അപ്പോൾ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ തന്നെ ആര് സ്വീകരിക്കുകയാണ്? ശക്തൻ തമ്പുരാൻ സ്വീകരിക്കുകയാണ്. സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവ്വ ആരംഭിച്ചു. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമകളുമായുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥ കേട്ടെഴുത്ത് എന്നറിയപ്പെട്ടു. അപ്പോൾ കേട്ടെഴുത്ത് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ശക്തൻ തമ്പുരാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതേ തുടർന്ന് നിർണയ ഉദ്യോഗസ്ഥന്മാർ ഭൂമി പരിശോധിക്കുകയും അളക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയാവുകയും ചെയ്തു. എന്താണോ കണ്ടത് അതിൻ്റെ രേഖ നടത്തമുള്ള കണ്ടെഴുത്ത് എന്ന് ഇതറിയപ്പെട്ടു. ഇനി കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ആരാണ്? ശക്തൻ തമ്പുരാനാണ് അല്ലേ. എന്താണ് പറയുന്നത്? കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. കേന്ദ്രീകൃത നയമാണ് ശക്തൻ തമ്പുരാനും പിന്തുടർന്നത്. അങ്ങനെ ഈ രണ്ട് ഭരണാധികാരികളുടെ പ്രവൃത്തികൾ തിരുവിതാംകൂറിനെയും കൊച്ചിയിലെയും സാമ്രാജ്യത്വ കാലഘട്ടത്തിലെ പ്രബലമായ നാട്ടുരാജ്യങ്ങളാക്കി മാറ്റി. 18-ാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ ചരിത്രം തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും ചരിത്രത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറും അതുപോലെ തന്നെ കൊച്ചിയിലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. ഒന്ന്, തൃപ്പടി ദാനം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 1750 ജനുവരി 3 തൃപ്പടി ദാനം തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. ഈ പ്രവൃത്തിയിലൂടെ ആ ദേവൻ ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രകൻ ആവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള കലാപങ്ങളും വിമർശനങ്ങളും എന്തായിട്ട് മാറി? ദൈവദോഷമായിട്ട് പരിഗണിക്കപ്പെടാണ്. നെക്സ്റ്റ്, രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. വിഭജിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പ്രവൃത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ മണ്ഡപത്തും വാതുക്കൽ ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി തിരുവിതാംകൂർ ആകെ 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിക്കുകയും വിവിധ മുഖങ്ങൾ ആയി സംഘടിപ്പിക്കുകയും ചെയ്തു. നെക്സ്റ്റ്, പതിവ് കണക്കെന്ന പേരിൽ ഒരു വാർഷിക ബഡ്ജറ്റിന് അദ്ദേഹം രൂപം നൽകി. പതിവ് കണക്ക് ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതി ഇളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. എന്താണ് ഇരയിളി അടുത്തൂൺ എന്ന് പറയുന്ന പെൻഷൻ നൽകിയത്? ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്.
തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഡച്ച് പട്ടാളക്കാരനായ ഡെൽനോയുടെ സഹായവും ലഭിച്ചിരുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് തൃപ്പടി ഇതാണ് 1850 ജനുവരി 3. നെക്സ്റ്റ് റവന്യൂ ഘടകങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പഠിച്ചു. മണ്ഡപത്തും വാതികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഇതാണ് പതിവ് കണക്കാണ്. പിന്നെ എന്താണ് ഇരയിളി അടുത്തുണ്ടെന്ന് പറയുന്ന ഒരു പെൻഷനും ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇനി നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് എന്താണ്? 18-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സവിശേഷമാർന്ന രാഷ്ട്രീയ സാഹചര്യം മൈസൂർ ഭരണാധികാരികളെ മലബാർ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിച്ചു. അപ്പോൾ മലബാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത്. 18-ാം നൂറ്റാണ്ടിലെ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താനെയും ആക്രമണങ്ങൾ മലബാറിലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യഥാർത്ഥ ഉൽപ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം 1773 അവർ നടപ്പിൽ വരുത്തി. നികുതിയായ ഉൽപ്പാദനത്തിന് ഒരു ഭാഗം ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്നും പ്രധാനമായും കാണക്കാരിൽ നിന്നും നേരിട്ട് പിരിച്ചു. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയാവുകയും കർഷകന്റെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്തു. പാടങ്ങൾക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയും വരണ്ട ഭൂമികളും ക്ഷേത്രഭൂമികളും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു. ടിപ്പു സുൽത്താൻ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന അർഷാദ് ബെഗ് ഖാൻ മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായും ഉടമ്പടികളിൽ ഏർപ്പെടുകയും അതിന് പ്രകാരം വർഷം തോറും ഒരു നിശ്ചിത തുക മൈസൂർ ഭരണാധികാരികൾക്ക് നൽകേണ്ടതായി വരികയും ചെയ്തു. മിർ ഇബ്രാഹിമിൻ്റെ കീഴിൽ നടന്ന രണ്ടാം നികുതി പരിഷ്കാരത്തിൽ ഒന്നാം പരിഷ്കാരത്തിലെ ഭൂമി അളവിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും എല്ലാ നായർ ജന്മിമാർക്കും മറ്റു മുഖ്യന്മാർക്കും കൂടി നികുതി ചുമത്തുകയും ചെയ്തു. നേരത്തെ നികുതി നൽകാതിരുന്ന ചില മുഖ്യന്മാർ ഇതോടെ നികുതി നൽകാൻ നിർബന്ധിതരായി എന്നർത്ഥം. പൊതുവിൽ ഭൂമിക്ക് അമിത നികുതി ചുമത്തപ്പെട്ടു. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മൈസൂർ ഭരണാധികാരികൾ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. നാണ്യവിളകളായ പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നിവ സർക്കാരിനെ കുത്തകയാക്കി മാറ്റി. തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം കുത്തക കർഷകരെ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വ്യാപാര വർധനവിന് വേണ്ടി മലബാറിൽ യാത്രയ്ക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ടിപ്പു മെച്ചപ്പെടുത്തി. ടിപ്പുവിനെ മലബാറിലെ റോഡുകളിലെ തുടക്കക്കാരനായി കണക്കാക്കുന്നു. മലബാറിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളുടെ ഒരു വ്യാപകമായ ശൃംഖല തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ചു. അപ്പോൾ ടിപ്പുവിൻ്റെ കാലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഗതാഗത സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താണ് അല്ലേ. അതുപോലെ തന്നെ റോഡുകളൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൈസൂർ ഭരണാധികാരികളുടെ എങ്ങനെയാണ് ഭരണമെന്ന് നമ്മൾ പഠിച്ചു. അർഷാദ് ബെഗ് ഖാനാണ് മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായിട്ട് ഉടമ്പടികളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിർ ഇബ്രാഹിമിൻ്റെ കീഴിൽ രണ്ടാം നികുതി പരിഷ്കാരത്തിൽ ഒന്നാം പരിഷ്കാരത്തിൽ ഭൂമിയിലെ അളവുകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ട് എന്ത് സംഭവിച്ചു? എല്ലാ നായർ ജന്മിമാർക്കും മറ്റു മുഖ്യന്മാർക്കും നികുതി ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ശക്തൻ തമ്പുരാൻ, നമുക്ക് ഈ ഒരു ടേബിളൊക്കെയാണ് അധികം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത് പഠിക്കേണ്ടത്. ശക്തൻ തമ്പുരാൻ 1790-1805. കൊച്ചിയിലെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണ കാലഘട്ടം സാമ്പത്തിക സാമൂഹ്യ വികസനത്തിൻ്റെ യുഗമായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, റോഡുകൾ, പാലങ്ങൾ, തടാകങ്ങൾ, സത്രങ്ങൾ തുടങ്ങിയ പൊതുജനോപകാരപ്രദമായിട്ടുള്ള പ്രവൃത്തികൾ നടപ്പിലാക്കാൻ അദ്ദേഹം താല്പര്യം കാണിച്ചു. കൊച്ചിയിലെ ഫ്യൂഡൽ യുഗത്തിന് അന്ത്യം കുറിച്ച് അദ്ദേഹം ശക്തമായൊരു കേന്ദ്രീകൃത രാജഭരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അപ്പോൾ ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വികസന കാലഘട്ടമാണെന്ന് പറയാം അല്ലേ. ചന്തകൾ തുറന്നു, ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു, തൃശ്ശൂർ പൂരം ആരംഭിച്ചു, റോഡ്, പാല്, തടാകം, അങ്ങനെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മൈസൂർ ആക്രമണങ്ങൾ. 1760-കളിൽ ഹൈദരാലിയാണ് മൈസൂറിൻ്റെ കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ മൈസൂറിൻ്റെ ആക്രമണം തുടങ്ങുന്ന ആരാണ്? ഹൈദരാലിയാണ്. എപ്പോഴാണ്? 1760-കളിലാണ്. കണ്ണൂരിലെ ആലി രാജ കോലത്തുനാടുമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരാലിയെ ക്ഷണിച്ചു. അപ്പോൾ കണ്ണൂരിലെ ആലി രാജ കോലത്തുനാടുമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ആരെ ക്ഷണിക്കുകയാണ്? ഹൈദരാലിയെ ക്ഷണിച്ചു വരുത്താണ് ചെയ്തത്. കണ്ണൂരിലെ ആലി രാജ. അങ്ങനെ അദ്ദേഹം ആലി രാജയുടെ സഹായത്തോടെ കോലത്തുനാട് കൊട്ടാരം പിടിച്ചെടുക്കുകയും തുടർന്ന് കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നിവയ്ക്ക് നേരെ തിരിയുകയും ചെയ്തു. ഈ ശക്തികളെ കീഴടക്കിയതിനു ശേഷം മൈസൂർ സൈന്യം കോഴിക്കോടിന് നേരെ തിരിഞ്ഞു. അവസാനം എന്ത് ചെയ്യാണ്? കോഴിക്കോടിന് നേരെ തിരിയാണ്. 1873 ഹൈദരാലിയുടെ രണ്ടാം ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആക്രമണത്തിൽ കോഴിക്കോടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നിവയൊക്കെയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് നേരെയാണ് ആക്രമണങ്ങളൊക്കെ ആക്രമണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്ഥലങ്ങൾക്കെതിരെയായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു?
രണ്ടാമത്തെ ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂർ ശക്തമായി എതിർത്ത് നിന്നു. അപ്പോൾ കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിച്ചു. കൊച്ചി എല്ലാം പെട്ടെന്ന് അംഗീകരിക്കുന്നുണ്ട് അല്ലേ. തിരുവിതാംകൂർ ശക്തമായിട്ട് എതിർത്ത് നിന്നു. ഹൈദരാലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയും, അപ്പോൾ ഹൈദരാലിയുടെ മകനാണ് ടിപ്പു സുൽത്താൻ, അദ്ദേഹം താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയാണ്. അങ്ങനെ 1788 തെക്കൻ മലബാർ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. 1788 തെക്കൻ മലബാർ ഫുൾ ആരുടെ കീഴിലാണ്? ടിപ്പുവിൻ്റെ കീഴിലാണ്. ഫറൂഖാബാദ് എന്ന് പിന്നീട് അറിയപ്പെട്ട കോഴിക്കോട്ടുള്ള ഫറൂഖായിരുന്നു ടിപ്പുവിൻ്റെ ആസ്ഥാനം. ടിപ്പുവിൻ്റെ ആസ്ഥാനം എന്താണ്? ഫറൂഖ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയും, അപ്പോൾ എന്താ പറയുന്നത്, 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്താണ് ഈ ടിപ്പുവിനെ പരാജയപ്പെടുത്തി 1892 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, 1892 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. അതോടെ മലബാർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയായി. അപ്പോൾ മലബാർ പിടിച്ചെടുക്കാൻ സഹായിച്ചിട്ടുള്ള ഉടമ്പടി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 1892 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. നെക്സ്റ്റ് എന്താണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തി. 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ കീഴിൽ മലബാറിലെ ഭൂബന്ധങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നു. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കി. അതുപോലെ തന്നെ അവർക്ക് മാലികാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേലുണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്തുടമകളാക്കുകയും ചെയ്തു. കാണക്കാർ അഥവാ കുടിയാന്മാരെ കൂടിക്കിടപ്പ് കർഷകൻ എന്ന നിലയിലേക്ക് തള്ളിയിട്ടു. നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മലബാറിൽ വിപുലമായൊരു ഭരണ സംവിധാനം ഒരുക്കപ്പെട്ടു. പ്രാദേശിക മുഖ്യതയിലൂടെയുള്ള പരോക്ഷ നികുതി പിരിവ് പരാജയമാണെന്ന് മനസ്സിലാക്കി നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ച ജോയിൻറ്റ് കമ്മീഷണർമാരെ ഏൽപ്പിച്ചു. ഇതേസമയം തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ നാമമാത്രമായ സ്വയംഭരണത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടു. ഈ രണ്ട് നാട്ടുരാജ്യങ്ങളും എല്ലാ സമയത്തും നേരിട്ടുള്ള സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭീഷണിയിൽ തുടർന്നു. 1788 മുതൽ സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ ഒരു ഏജന്റായി റെസിഡന്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവഹിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേറ്റു. റെസിഡന്റ് വരാണല്ലേ. തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും ആദ്യം ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? കേണൽ ജോൺ മൺറോ ആണല്ലേ. തിരുവിതാംകൂറിനെയും കൊച്ചിയുടെയും ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആരാണ്? കേണൽ ജോൺ മൺറോ ആണ്. ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതോടെ കേരള ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് നമ്മുടെ വേലുത്തമ്പി ദളവയും കേരളവർമ്മ പഴശ്ശിരാജ ഗോത്രവംശജരുടെ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ പഠിച്ചു വെച്ചിരിക്കുക. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിൻറ്റ് കമ്മീഷണർമാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലികാന നിശ്ചയിക്കുകയും ചെയ്തു. 1793 മാർച്ച് 30 മലബാറിനെ 2 ഭരണ മേഖലകളായി തിരിച്ചു. 1792 മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള കീഴിലാകുന്നുണ്ട്. അതിനുശേഷം 1793 ആയപ്പോൾ മലബാറിന് രണ്ടായിട്ട് വിഭജിക്കുകയാണ്. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാർ, ചെറുപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാർ. എങ്ങനെയാണ്? തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാർ എന്നും ചെറുപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാർ എന്നും. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറി. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു അല്ലേ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സ് കൊണ്ട് എടുക്കാനുള്ളത് കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.